പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ലാതെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം ഇന്ന്. റാഗിപ്പൊടി കൊണ്ടുണ്ടാക്കിയ ഈ ഉപ്പുമാവ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, അതേപോലെ ഹെൽത്തിയും കൂടിയാണ്. ടേസ്റ്റിയായ റാഗി ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പാനിലേക്ക് അരക്കപ്പ് റവയിട്ട് വറുത്തെടുക്കുക. ആദ്യം തന്നെ ഇത് നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവയാണ്. ഇത് വറുത്തെടുക്കുന്ന സമയത്ത് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, വെറുതെ വറുത്തെടുത്താൽ മതി. മൂത്ത് വന്ന ഈ റവ മാറ്റി വെക്കാം. റവ എടുത്ത അതേ കപ്പിൽ അരക്കപ്പ് റാഗിപ്പൊടിയും കൂടി എടുക്കാം. ഈ റാഗിപ്പൊടിയും കൂടി വറുത്തെടുക്കണം. റാഗിപ്പൊടി മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണം വരും, അതാണ് ഇതിൻ്റെ പാകം. ഫ്ലെയിം മീഡിയത്തിലാക്കി വേണം ഈ റാഗിപ്പൊടി വറുത്തെടുക്കാൻ. കരിഞ്ഞു പോകാതെ വറുത്തെടുത്ത റാഗിപ്പൊടി മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാഷ്യൂനട്ടും കൂടി ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടി ഉഴുന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം സവാള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ചെറുതായൊന്ന് വഴറ്റിയെടുക്കുക. കളറ് മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായി ഒന്ന് വാടി വന്നാൽ മാത്രം മതി. സവാള ചെറുതായി വാടി വരുന്ന സമയത്ത് ചെറിയൊരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കട്ട് ചെയ്ത 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എരിവില്ലാത്ത പച്ചമുളകാണ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് പച്ചക്കറികളും എരിവും ഒക്കെ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പുമാവിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് വേവിച്ച കടലയും ഗ്രീൻ പീസും ബീൻസും ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിക്കൽ. ഇത് ഇനി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട്. പഞ്ചസാര ആവശ്യമില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതൊരു 10 സെക്കൻഡ് അടച്ചു വെക്കാം. 10 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായി വാടി വന്നിട്ടുണ്ടാവും. ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് വറുത്ത് മാറ്റിവെച്ച റവയും റാഗിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. റവയും റാഗിപ്പൊടിയും കൂടി ഇട്ട് ഇതും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ ചൂടിൽ ഈ പച്ചക്കറീൻ്റെ കൂടെ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളും പച്ചക്കറിയും എല്ലാം കൂടി ഈവനായി മിക്സ് ആകുന്നത് പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, ഇതേപോലെയാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പൊടികൾ അളന്നെടുത്ത അതേ കപ്പിൽ 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം എല്ലാം കൂടി ഒന്നിച്ച് ഒരേ സമയം ഒഴിക്കാതെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇതേപോലെ ഇളക്കി ഇളക്കി യോജിപ്പിക്കണം. നമുക്ക് സോഫ്റ്റായ ഉപ്പുമാവാണെങ്കിൽ 2.5 കപ്പ് വെള്ളം ഒഴിക്കുക. കുറച്ച് ഉതിരുതിരു പോലെ വേണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം മതി. ഞാനിത് നല്ല സോഫ്റ്റായി സ്പൂണ് കൊണ്ട് കോരി കഴിക്കാൻ പാകത്തിലുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2.5 കപ്പ് വെള്ളം ഒഴിക്കുന്നത്. ഇതേപോലെ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാനും പറ്റും. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലായിരിക്കണം. ഫ്ലെയിം സിമ്മിലാക്കിയില്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും. ഈ റാഗിപ്പൊടി കുറച്ച് വേവ് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഫ്ലെയിം സിമ്മിലാക്കി കഴിഞ്ഞാൽ ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ റാഗിപ്പൊടി നന്നായി വെന്ത് വരും. റാഗിപ്പൊടി കൊണ്ടുള്ള ഉപ്പുമാവ് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ പച്ചക്കറികളും റാഗിപ്പൊടികളും എല്ലാം ചേർന്നത് കൊണ്ട് തന്നെ ഇത് ഹെൽത്തിയും കൂടിയാണ്. ഇതിപ്പോൾ 2.5 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. മല്ലിയില ഇടുന്നതൊക്കെ നമ്മുടെ ഓപ്ഷനാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. മല്ലിയിലയും കൂടി ഇടുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മല്ലിയിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടച്ചു വെക്കണം. 2-3 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. കാണുമ്പോൾ വിചാരിക്കും ഇത് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. ഒരു ബുദ്ധിമുട്ടുമില്ല, കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഇളം ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഹെൽത്തിയായ റാഗി ഉപ്പുമാവ് റെഡിയായി. ഇത് തൈരിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.